അമ്മമാർ വിളിച്ചു, ഞാൻ വന്നു. ആശമാരുടെ സമരവേദിയിൽ നിന്ന് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. സതീശൻ ഇത് കേട്ട് വല്ലാതെ ചൊറിയുന്നുണ്ട് എങ്കിൽ മാറിയിരുന്ന് സതീശൻ അങ്ങോട്ട് ചൊറിഞ്ഞു. രാഹുൽ സമരവേദിയിൽ എത്തിയത് പിടിക്കാതെ മുടയിറക്കിയ സതീശന് രാഹുൽ ആർമിയുടെ മറുപടി ഇതാണ്. പാലക്കാട് MLA തിരുവനന്തപുരത്ത് പറന്നിറങ്ങി ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുത്തു. ഉദ്ഘാടകൻ സതീശൻ വാവൊളിച്ച് മേലോട്ട് നോക്കിയിരുന്നു എന്നാണ് സൈബർ ടീം പറയുന്നത്. പ്രതിപക്ഷ നേതാവിനെ എടുത്തിട്ട് കുടയുകയാണ്. തന്നെ സൈഡാക്കി രാഹുൽ കത്തിക്കയറുന്നത് സതീശന് പിടിക്കുന്നില്ല. വേദിയിൽ താൻ വെറും ഏഴാം കൂലിയായി എന്ന പ്രതിപക്ഷ നേതാവിന് ഈഗോ അടിച്ചിട്ടുണ്ടാകും എന്നാണ് പരിഹാസം വരുന്നത്. പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാവരും ഒറ്റക്കെട്ട്, തിരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് നേരിടുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വച്ചലക്കിയത് നമ്മളൊക്കെ കേട്ടതാണ്. എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തിയതിൽ സതീശൻ പൊട്ടിത്തെറിക്കുന്നത്. പാർട്ടിയെ തള്ളി തോന്നും പോലെ പ്രവർത്തിക്കുന്ന സതീശന് ഹൈക്കമാൻഡ് നല്ല കൊട്ടുകൊടുത്തതാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ധാർഷ്ട്യത്തിന് ഒരു കുറവുമില്ല. അങ്ങേയറ്റത്തെ അഹങ്കാരമാണ് സതീശൻ ഇന്നലെ കാണിച്ചത്. ആ വേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ എഴുന്നേൽപ്പിച്ച് വിടുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിഷയം വൈറലായതോടെ രാഹുൽ ഷാഫി കൂട്ടരുടെ സൈബർ ആർമി കലിതുള്ളി ഇറങ്ങിയിരിക്കുകയാണ്. താൻ ആരാടോ സതീശ, കൂടുതൽ വിളച്ചിൽ വേണ്ട എന്നൊക്കെ പച്ചയ്ക്ക് പോസ്റ്റുകളും കമന്റുകളും നിറയുന്നു. രാഹുൽ ഒരു ജനപ്രതിനിധിയാണ്. ഒരു MLA സമരവേദിയിൽ വരുന്നത് തടയാൻ പ്രതിപക്ഷ നേതാവിന് എന്ത് അധികാരമാണുള്ളത്? ഇതാ നിങ്ങളുടെ നാശത്തിനാണ്. അച്ഛന്റെ കാലം കഴിയാറായി എന്നൊക്കെയാണ് പച്ചയ്ക്ക് തെറിവിളി നടക്കുന്നത്. രാഹുലിനെ എഴുന്നേൽപ്പിച്ചു വിടുന്ന വീഡിയോ കണ്ടു നോക്കി ജനങ്ങൾ തന്നെ പറയണം പ്രതിപക്ഷ നേതാവ് ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന്. എല്ലാത്തിലും ഒരു വേദിയായി ഒരുങ്ങിയ ഞങ്ങൾ വലിയ ഒരു കുടുംബമായി കഴിഞ്ഞ് 8.5 മാസമായി ഈ സ്ഥലം ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെയേറെ പ്രയാസമുണ്ടെന്നാണ് ആശാ വർക്കർമാർ പറയുന്നത്. എങ്കിലും കൂടുതൽ ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരുടെ വേദിയിൽ എത്തിയെന്ന് അറിഞ്ഞതും ഷോക്കായി പോയി സതീശൻ. രാഹുൽ അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത്. അപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പടർന്നിരുന്നു. ഓവർ ആക്കല്ലേ സതീശൻ സാറേ എന്ന് പരിഹസിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ സതീശനെ പൊളിച്ചടുക്കുന്നത് വൈറലാകുന്നുണ്ട്. കപട ഫെമിനിസത്തിന് കുടപിടിച്ച് സ്വയം നാറുകയാണ് സതീശൻ എന്ന് രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ ഓവർ ആക്കല്ലേ ജി, അതാ എനിക്കെന്ത് പറയാനാണ്? അങ്ങയെപ്പോലെ വലിയൊരു നേതാവിനോട് വേറെ എന്ത് പറയാനാണ്? ഈ രീതിയിലുള്ള ഈ ഫെമിനിസ്റ്റ് കപട നാട്യം കാണിക്കല്ലേ, അത് ഭയങ്കര മോശമാണ്. അങ്ങയെപ്പോലെ ഒരു നേതാവിന് അത് ചേരുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും BJP-ക്കാർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് വേദി പങ്കിടാൻ അല്ലെങ്കിൽ അങ്ങേർക്ക് എന്താണ് പിന്നെ വിരോധം? സതീശൻ ബഹുമാനവും ആദരവും വെച്ച് തന്നെയാണ് പറയുന്നത്. ഇത് അങ്ങയെപ്പോലൊരു വ്യക്തിക്ക് ചേരുന്നതല്ല, അതൊരു തരം കപട നാട്യമാണ്. അത് എന്താണെന്നറിയാമോ? സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പോലും നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഓവർ ആക്കുന്ന നിലപാടുകൾ അത് ദോഷം ചെയ്യുകയുള്ളൂ. അത് അങ്ങേക്കും ദോഷം ചെയ്യുകയുള്ളൂ, അങ്ങയുടെ പാർട്ടിക്കും ദോഷം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരുപാട് കപട മതേതരത്വം, കപട ദേശീയതയും എന്നൊക്കെ പറയുന്നത് പോലെ കപട ഫെമിനിസ്റ്റ് നിലപാട് അത് ശരിയല്ല, അത് തെറ്റാണ്. അത് VD സതീശൻ തിരുത്തണമെന്നാണ് രാഹുൽ ഈശ്വർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിശദമായി തന്നെ അതൊന്ന് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ട് എഴുന്നേൽക്കുമ്പോൾ മാധ്യമങ്ങൾ വളയുകയും അതിര് വിട്ടു പോകുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് പ്രതിപക്ഷ നേതാവ് ഇറക്കി വിട്ടോ എന്ന മുന വച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ചില മാധ്യമങ്ങൾ ചോദിച്ചത്. കോൺഗ്രസിൽ രാഹുൽ വിഷയത്തിലെ അടി കഴിഞ്ഞിട്ടില്ല എന്ന സതീശൻ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതിനെയാണ് രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്യുന്നത്. തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കളിയാണ് സതീശൻ കളിക്കുന്നത് എന്ന രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു. അങ്ങ് മുഖ്യമന്ത്രി ആകുന്നതൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള കളി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും. ഇമാതിരി നെറികേട് രാഹുൽ മാങ്കൂട്ടത്തിനോട് CPM-കാർ പോലും കാണിക്കുന്നില്ല.
പ്രതിപക്ഷ നേതാവ് വേദിയിലെത്താൻ വൈകുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഹുലിന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ട് VD സതീശനെ അടക്കം ആരും നെഗറ്റീവ് പറയാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു. പ്രതിപക്ഷ നേതാവ് എന്താണ് വരാത്തതെന്ന് വീണ്ടും റിപ്പോർട്ടർ ചാനൽ എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് KPCC ഓഫീസിൽ നിന്ന് തിരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. VD സതീശനെ താഴ്ത്തിക്കെട്ടാതെയായിരുന്നു രാഹുൽ ആ ഒരു സമയം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്ത് സംസാരിച്ചത്. ആശാ വർക്കർമാരുടെ സമരവേദിയിൽ വന്നിട്ടും രാഹുലിനോട് സമരത്തെ പറ്റിയല്ല റിപ്പോർട്ടർ ചാനലിന് ചോദിക്കാൻ ഉണ്ടായിരുന്നത്. രാഹുൽ വന്നതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് വരാൻ വൈകുന്നത്? പുറത്തു വന്ന ആ പെൺകുട്ടിയുടെ ഓഡിയോയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടറിന്റെ പ്രതിനിധി വീണ്ടും കുത്തി ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന് വയറ് നിറച്ച് രാഹുൽ മറുപടി കൊടുക്കുകയും ചെയ്തു. അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം, ഇതിന് പ്രത്യേക ശമ്പളം വല്ലതും കിട്ടുന്നുണ്ടോ ചങ്ങായി എന്ന് രാഹുൽ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത് റിപ്പോർട്ടർ ഒന്ന് മാറി നിന്നതേ ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് ആശമാരുടെ സമരത്തെപ്പറ്റി കേൾക്കാൻ താല്പര്യമില്ലല്ലോ എന്ന് കരണം പൊട്ടുന്ന അടി കൊടുക്കുകയും ചെയ്തു രാഹുൽ. നിങ്ങൾക്ക് ആശമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് അറിയാമെന്നും റിപ്പോർട്ടറിനോട് രാഹുൽ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. ഊഞ്ഞാലാട്ടിക്കാൻ വന്ന റിപ്പോർട്ടറിനെ നല്ല ആഴത്തിൽ ഊഞ്ഞാലാട്ടി വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിന്റെ ഈ മറുപടിക്കും രാഹുൽ ഈശ്വർ കൈയടി കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാതെ വീടിനുള്ളിൽ കയറി അടച്ചുപൂട്ടിയിരുന്ന ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ പല വേദികളിലേക്കും എത്തി വലിയ ബോൾഡായി സംസാരിക്കുന്നുണ്ട്. മുൻപത്തെ ആ ഒരു ഫോമിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ. VD സതീശൻ ചെയ്യേണ്ടതെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. വളരെ മോശമാണ് ഈ കാണിക്കുന്നത്. CPMന്റെ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം അവിടുത്തെ BJP കൗൺസിലർമാരും നേതാക്കളും ഒക്കെ ഇപ്പോൾ രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടും സതീശനാണ് ഇമ്മാതിരി പണി കാണിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വർ തുറന്ന് പറയുന്നുണ്ട്. സതീശൻ സാറിനോട് പറയാനുള്ളത് ഈ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി ഓവറാക്കരുത്. കാരണം സാധാരണ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഇങ്ങനെ ഓവറാക്കുന്ന നിലപാടുകൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുമെന്നാണ് രാഹുൽ ഈശ്വർ VD സതീശന് മറുപടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇമ്മാതിരി പരിപാടികൾ VD സതീശൻ തിരുത്തണമെന്നും രാഹുൽ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഈശ്വറിന്റെ വീഡിയോയും സൈബർ ഗ്രൂപ്പുകളിൽ വൈറലാവുകയാണ്. കാരണം VD സതീശന്റെ ഇന്നലത്തെ പരിപാടിയുടെ നിലപാടിനെ ഈ ഒരു പ്രവൃത്തിയെ വലിയ രീതിയിലാണ് എല്ലാവരും എതിർക്കുന്നത്. VD സതീശന്റെ ഈ പ്രവൃത്തി ചാനൽ ചർച്ചകളിൽ നിറയുകയാണ്. രാഹുൽ സതീശൻ അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ. രാഹുൽ വേദിയിലുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരില്ല എന്നായിരുന്നു സതീശൻ പറഞ്ഞതെന്നാണ് വിവരങ്ങൾ. പിന്നാലെ രാഹുലിനെ എഴുന്നേൽപ്പിച്ച് വിട്ടതിന് ശേഷം എത്തുന്നു. ഈ വിഷയം എതിരാളികൾക്ക് ആഘോഷിക്കാൻ ഒരു വഴി വച്ച് കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കൈരളിയും റിപ്പോർട്ടറുമെല്ലാം ഈ വിഷയം എടുത്തിട്ട് അലക്കുകയാണ്. ആശാമാരുടെ സർക്കാർ എതിരായ സമരം ചർച്ചയാകേണ്ടിടത്ത് ചെന്ന് കയറി സതീശൻ രാഹുൽ പോര് ചർച്ചയാക്കാൻ ഇട്ടുകൊടുത്തിട്ട് വന്ന് അതുമാത്രമാണ് സംഭവിച്ചത്. VD സതീശൻ രാഹുലിനൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് മറക്കരുത് എന്നാണ് കമന്റുകൾ വരുന്നത്. എന്തായാലും സതീശന്റെ ഈ ഒരു നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം.